അപ്പൊ പിന്നെ സ്ലഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ തന്നെ എന്താ പറയാ കൃഷികളുടെ വീഡിയോ അങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ. പക്ഷെ ഈവനിങ് വീഡിയോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഒരു മൂഡ് വന്നപ്പോ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചാണ്. സമയം കൃത്യം 5 മണി ആകാറായിട്ടോ. എനിക്കാണെങ്കിൽ പനിയൊക്കെ ആയതുകൊണ്ട് ഞാനിത് സ്കൂളിലും പോയില്ല, പള്ളിയിലും പോയില്ല. എനിക്ക് നല്ല ചുമയും അതുപോലെ തന്നെ എല്ലാം ഉണ്ട്, പനി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരാളാണെങ്കിൽ ആദ്യം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളു കേട്ടോ. പിന്നെ ആൾക്ക് വേറൊരു സ്വഭാവം ഉണ്ട്. ഈ ഒരു ഗ്രിൽസ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ ആ മഴയും കൊണ്ടതേ ആ പറമ്പിലോട്ട് അങ്ങ് കളിച്ച് നടക്കണം, മണ്ണ് പിടിച്ച് ഇങ്ങോട്ട് കയറണം, നമ്മൾ തുടച്ചു കൊടുക്കണം. ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അങ്ങനെ ഈ ഒരു ഗ്രിൽസ് തുറക്കാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആള് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ആളുടെ ഇരുത്തം തന്നെ പെട്ടെന്ന് ഓടാനുള്ള ഇരുത്താണ് കേട്ടോ. എന്താ പറഞ്ഞ ഇങ്ങനെ ചിരിക്കുന്നത്? അവളുടെ ഇരിപ്പ് കണ്ടിട്ട് തന്നെ എനിക്കും ചിരി വന്നത്. നിങ്ങളൊന്നും വിചാരിക്കല്ലേ, ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വന്നതേ ഉള്ളേ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഞാനിവിടെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവള് വന്നിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പൊ ഇതാക്കുന്നേ ഇതാ, ഇത് ഒരു 4 ഹോൾ എടുക്കുന്നതാ. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കത്തിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം ഇല്ലേ, അതിന്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കഴുകിയ കത്തിയാണല്ലോ നമ്മൾ അതിന്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പം വെള്ളം കെട്ടി നിന്നിട്ട് ആ വെള്ളം പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ 4 ഹോള് കൊടുക്കുവാണേല് അതിൽ കൂടെ വെള്ളം ഇറങ്ങി അങ്ങ് വന്നോളും. അപ്പൊ നമ്മള് സ്വയം കണ്ടുപിടിക്കുന്ന ട്രിക്കാ ഇതൊക്കെ കേട്ടോ. 4 ഹോളെന്ന് പറഞ്ഞിട്ട് 4 ഒരു 6 കൊടുത്തേക്കാം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു 6 കൊടുത്തിട്ട്. ചുമയെല്ലാം ഉണ്ടാട്ടോ എനിക്ക്. അതെ, ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് യൂണിഫോം ഒക്കെ ഇസ്തിരി ഒക്കെ ഇട്ട് റെഡിയായി, ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. വെള്ളമൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. സെറ്റാക്കി വെച്ചപ്പോഴും തീരെ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ ഞാൻ പറഞ്ഞു പോകണ്ട, ക്ഷീണമൊക്കെ പോട്ടെ. കാരണം മഴക്കാലം ആയതുകൊണ്ട് മറ്റുള്ള പിള്ളേരും കൂടെ ഉണ്ടല്ലോ, നമ്മൾ അവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് പിള്ളേര് മടി പിടിച്ച് വീട്ടിലിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. കഴിവിന്റെ പരമാവധി ഞാൻ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ലീവ് എടുപ്പിക്കാറുള്ളൂ കേട്ടോ. പക്ഷെ ഇത് മറ്റുള്ള പിള്ളേരുടെ സേഫ്റ്റിയും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ലീവ് എടുക്കുക. നാളെ റെഡി ആയില്ലെങ്കിൽ നാളെ ലീവ് ആയിരിക്കും കേട്ടോ. കാരണം എല്ലാം കുറഞ്ഞിട്ട് പോയാൽ മതി. മഴക്കാലം ആകുന്നതുകൊണ്ട് മഴക്കാല രോഗങ്ങളും ഉണ്ടാവും. പിന്നെ മാസ്ക് ഒക്കെ ഇട്ടിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ മാസ്കിലൊന്നും ഇരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും. നമ്മൾ ഒരു കാലത്ത് ഒരുപാട് അനുഭവിച്ചതല്ലേ മാസ്ക് ഒക്കെ ഇട്ടിട്ട്. അപ്പം ലീവായിട്ട് ഇരിക്കുന്ന ദിവസം അന്നന്ന് പഠിപ്പിക്കുന്നത് ഫ്രണ്ട്സിനോട് ചോദിച്ച് അത് പഠിച്ചെടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ. അപ്പൊ അതുകൊണ്ടാട്ടോ ഇവള് പോവാണ്ടിരുന്നത്. ചുമ നിയന്ത്രിച്ചെടുക്കാൻ പറ്റുന്നില്ല, അതാണ് കുഴപ്പം. അപ്പൊ എനിക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ എടുക്കാൻ നോക്കട്ടെ. ഇത് കൊറേ പാട്ടകള് ഞാനിങ്ങനെ ഒന്നും കളയാതെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് തന്നെ അത് ശല്യമായിട്ട് മാറും. ഓരോ പാട്ടയുടെ മോഡലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കളയൂല കേട്ടോ. ഇത് കണ്ടോ, ഐസ്ക്രീമിന്റെ പാട്ട് കേട്ടോ ഇത്. അതൊന്നും എനിക്ക് കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കബോർഡിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ സ്ഥലമില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ പെറുക്കി ചാക്കിൽ വെക്കും. എന്നിട്ട് ഹരിതകർമ്മ സേനയുടെ അവര് വരുമ്പോ അവർക്ക് കൊടുക്കും കേട്ടോ. അവിടെ ഇവിടെ ഒന്നും കൊണ്ടിടിയാലേ, കാരണം മാലിന്യമാണല്ലോ. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒരു മാലിന്യം, അതുകൊണ്ടാണ്. അപ്പൊ കബോർഡ് വൃത്തിയാക്കുന്ന തിരക്കിലാവും. ഇത്രയാണ് ഈ കബോർഡിൽ നിന്നും ശേഖരിച്ച സംഭവം. അതെ, ഇതെനിക്ക് ദീദി കൊണ്ടു തന്ന കേട്ടോ. ഷോപ്പിൽ നിന്ന് വരുമ്പോ അവള് കൊണ്ടുവന്നതാണ്. ചെറിയ പിസ്തയുടെ പിന്നെ ഇതാണ് പാട്ടകള്. പിന്നെ കാൻമറിയുടെ ഇതുണ്ടോ, ഐസ്ക്രീമിന്റെ പാട്ട. അത് നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എപ്പോഴാണ് എനിക്ക് ഇത് വരുന്നത് അപ്പൊ ഞാൻ എടുത്തിട്ട് അങ്ങ് കളയും മീൻസ് കൊടുക്കും കേട്ടോ. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ട്, അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെ കൊടുക്കും. ഈ കബോർഡ് കുറെ ദിവസമായി ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഓരോ ഇതും കൊണ്ട് അങ്ങ് വിട്ടു പോകും.
നമ്മുടെ പൂച്ചക്കുട്ടന്റെ തീറ്റ കേട്ടോ. തീറ്റ തീരാനായല്ലോ. ഓടി വന്നിട്ട് കാര്യമൊന്നുമില്ല. മീൻ തന്ന് വയറ് നിറഞ്ഞിരിക്കുന്നയാ. നമ്മൾ മത്തി പഴങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് കഴിഞ്ഞ ഒരു നീണ്ട ഉറക്കം കഴിഞ്ഞ ആള് മെല്ലെ സട കുടഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഞാൻ പാട്ടാമോക്ക് പിന്നെ തരുവേ പൊന്നു. അതെന്താ പറഞ്ഞത്? ഏത്? ഇത് തേന്. ഇത് ചെറുതേന്, നല്ല ശുദ്ധമായ ചെറുതേനാട്ടോ. ഒറിജിനൽ തേനാണ്. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കേട്ടോ. നമുക്ക് അറിയാവുന്ന സ്ഥലത്തു നിന്ന് തന്നെ മേടിച്ച തേനായതുകൊണ്ട് അതിൻ്റെ അകത്ത് കളങ്കമൊന്നുമില്ല കേട്ടോ. പറ്റിപ്പും വെട്ടിപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതും തേന കേട്ടോ. ഇതും ചെറുതേനാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് എടുക്കാലോ. ഇല്ല, അത് കൊണ്ടുവന്ന് വെച്ചമ്പാടായതുകൊണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചതാണ്. പിന്നെ ഈ ഒരു പാട്ട് നമ്മള് പുറത്തുനിന്ന് മേടിച്ചതല്ല കേട്ടോ. അതും തീരെ വന്നപ്പോ തന്നെയാണ് അപ്പൊ ആട് തീറ്റ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു അമ്മയുടെ അടുത്ത് വന്നിരുന്നത്. പക്ഷെ തീറ്റ അപ്പൊ ഒടോളി സാധനങ്ങൾ ഇത്രയുണ്ട് കേട്ടോ. നമ്മള് ചാക്കില് പെറുക്കാൻ പോയ അവസ്ഥയായേ ഇപ്പൊ. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ അവിടെ എടുത്തു വെക്കും. എന്നിട്ട് അവര് വരുമ്പോ അവർക്ക് കൊടുക്കുവേ. ഇത് ഇന്ന് ഇവിടെ ഇരിക്കട്ടെ, കാരണം അതിന്റെ അടിയിലുണ്ടാവും. ഇതിന്റെ അടിയിലില്ല. എല്ലാം ഇപ്പൊ എനിക്ക് പെറുക്കി തന്നില്ലേ. ഇത് നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവ്വസുഗന്ധി ഇട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കുമെന്നേ. അപ്പൊ ഇപ്പോഴും ഞാൻ അതുപോലെ ഒരു ചെമ്പ് നിറച്ച് തിളപ്പിച്ച വെള്ളമാട്ടോ ഇത്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്ന് ഒരു ചപ്പടക്കം, ചപ്പ മീൻസ് എല്ലാം ഒരുപോലെയാണല്ലോ. ഈ ഒരു ഇല അടക്കം ഈ വെള്ളം ഇതിൻ്റെ അകത്ത് ഫ്ലാസ്കിൽ ഞാൻ ഒഴിച്ചു വെക്കും കേട്ടോ. എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാവേ. ഫ്ലാസ്ക് നിറച്ചൊഴിച്ചു വെക്കുവേ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മൂടി വെക്കും. മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിന്റെ ചൂട് അതേപോലെ നിൽക്കും. സാധാരണ ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കുന്ന പോലെ തന്നെ നിൽക്കും. പോരാത്തതിന് ഈ സർവ്വസുഗന്ധിയുടെ ഇല വെന്ത് അതിന്റെ നല്ലൊരു കളറും ഫ്ലേവറും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലാസ്കില് ഇന്നലെ ഒഴിച്ചു വെച്ച വെള്ളമാണ് ഇത്. ആ വെള്ളത്തിന്റെ കളറ് കണ്ട. ഇതൊന്നും അല്ല കേട്ടോ. ഇതിലും ഡാർക്ക് ആവും. പക്ഷെ ഡാർക്ക് ആകുമ്പോൾ ചെറുതായിട്ടൊരു കമർപ്പ് രോഗം വരും. എനിക്ക് പിന്നെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു ലൈറ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇല മാത്രം അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ. അപ്പൊ നല്ല ടേസ്റ്റാ കേട്ടോ ഈ വെള്ളം കുടിക്കാൻ തന്നെ. നമുക്ക് വിചാരിച്ചതിനേക്കാളും നല്ല രുചിയുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ അനിയനായിട്ട് എന്നെ ഇത് പഠിപ്പിച്ചത്. എനിക്ക് ഇതിനെ കുറിച്ച് അത്ര അറിയില്ലായിരുന്നു. അവൻ ചെറിയൊരു മരം നട്ട് അത് വലുതായി അതിൽ നിന്ന് 2 ഇല പറിക്കും, വെള്ളം തിളപ്പിക്കും, എന്നിട്ട് ഇതിങ്ങനെ കുടിച്ച് ഒരു ദിവസം സംശയം കൊണ്ട് ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു തന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ അടുത്തും ഇത് തന്നെയാ വെള്ളം. അപ്പൊ പിന്നെ നിങ്ങൾ ഈ വെള്ളം ഒന്ന് ഇലയൊക്കെ ഉണ്ടാവും ചിലരുടെ വീട്ടിലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ആ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇത് നല്ല പിന്നെ തൊണ്ടയ്ക്കൊക്കെ നല്ലതാട്ടോ ഈ വെള്ളം കുടിക്കുന്നത്. നല്ല മഴക്കാലവും കൂടെ ആണല്ലോ ഇപ്പൊ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് നല്ല ശുദ്ധമായ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. മഴക്കാല രോഗങ്ങളൊക്കെ നമുക്ക് തടയണമല്ലോ. നമുക്കൊക്കെ നിൽക്കുന്ന നിപ്പിലാണല്ലോ ആരോഗ്യമായിട്ട് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആരോഗ്യമായിട്ടെന്നല്ല, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നിലും ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഉണ്ടാകുകയല്ല, ഒന്നും ചെയ്യാൻ തോന്നിയാലോ, അങ്ങനെയൊക്കെ പലതരം ബുദ്ധിമുട്ടുകൾ വരികയല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ പിന്നെ കയ്യിലുള്ള ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാം കേട്ടോ. പിന്നെ വരുന്നത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക, അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ചെറിയ ചെറിയ ട്രിക്കും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ കണ്ടുപിടിക്കണം. അപ്പോഴല്ലേ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അത് അറിയില്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞും കൊടുക്കണം കേട്ടോ. ചിലരെന്തേലും അറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കൂല, മനസ്സിലിങ്ങനെ വെക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയാം. നമുക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അറിയുന്നത് നമ്മൾ അറിയാത്തവരുമായിട്ട് ഷെയർ ചെയ്യുക. അതൊക്കെയാണല്ലോ ജീവിതം എന്ന് പറയുന്ന. ഒറ്റ ശ്വാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പിന്നെ
മഴക്കാലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകാതെയും കറങ്ങാതെയും ഒക്കെ മര്യാദയ്ക്ക് സേഫായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ കഴിയുക കേട്ടോ. നമുക്കല്ലാതെ വേനൽക്കാലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്ക് എവിടെ വേണേലും പോകാൻ വരാം. പിന്നെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് നോക്കുക. മഴക്കാല രോഗങ്ങളെ നമ്മൾ ചെറുത്ത് നിർത്താൻ നോക്കുക. മഴവെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഇതൊക്കെയൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഡ്രമ്മുകളിലും പിന്നെ ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ആ പ്ലേറ്റുകളിലും ഒക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്, അതൊക്കെ പിന്നെ നമ്മൾ കളയാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ നീ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ടൗൺ ഏരിയയിലൊക്കെ എപ്പോഴും അതിനുള്ള പിന്നെ അതായത് വെള്ളവും ചെളിവെള്ളവും വേസ്റ്റ് അങ്ങനത്തെ ഒക്കെ പോകാനും എടുക്കാനും ഒക്കെ സൗകര്യങ്ങൾ കുറവുള്ളവരൊക്കെ ഉണ്ടാവൂല്ലേ. അപ്പം അത് നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം കൊതുക് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും കൊതുക് ഇങ്ങനെ പൊതിയാൻ തുടങ്ങും. നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് പോലും ഒരു മകരിപ്പൊക്കെ ആകുമ്പോഴത്തേനും കൊതുക് വട്ടമിട്ട് ചുറ്റുന്നുണ്ടാവും. അപ്പം കുന്തിരിക്കം പോയിച്ചിട്ടും കൊതുക് കത്തിച്ചിട്ടും ഒക്കെ നമ്മൾ ആരോഗ്യം നമ്മൾ സേഫ് ആക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം എൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവളും പറഞ്ഞു തരുവേ, അവൾക്ക് വയ്യല്ലോ. അപ്പം സൗണ്ട് ഒന്നും ക്ലിയർ ഇല്ല, അതാണ് കുഴപ്പം. അപ്പം ഓക്കെ, ചായ കുടി. നല്ല കട്ടൻ ചായയുണ്ട്, ചൂട് പഴംപൊരിയുണ്ട്. നമുക്ക് ചൂട് പഴംപൊരിയും ചൂട് കട്ടൻ ചായയും. മഴയൊക്കെ വരുമ്പോൾ നല്ല ചൂട് പരിപ്പ് വടയും നല്ല കട്ടൻ ചായയാണ് നല്ലത്. പക്ഷെ ഇന്ന് പഴംപൊരി. പഴംപൊരിയൊക്കെ തിന്ന് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന പാട്ട് നല്ല കട്ടൻ ചായയാണ്. അപ്പം കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത പണിയിലേക്ക് പോകട്ടെ. അപ്പം നിങ്ങളൊക്കെ ചായ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പം ആ സമയം കണക്കാക്കിയാൽ മതി കേട്ടോ. അപ്പം ഒരു പഴംപൊരി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ. അത് പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടല്ലോ ഒരു മോള്, അവള് വരുമ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അവള് കഴിക്കുമല്ലോ എന്ന് അറിയില്ല, കാരണം വരുന്ന സമയമൊക്കെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അപ്പം കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ പൂച്ചയ്ക്കും കൊടുത്തു കേട്ടോ പഴംപൊരി. അവൾക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച അതും കഴിച്ചേച്ച് വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിക്കാനല്ലേ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കള്ളത്തി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൾ ആ മൂല ഇപ്പൊ സ്ഥിരമാക്കിയിട്ട് എടുത്തു കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ ചായ കുടിക്കാത്തവരൊക്കെ ചായ കുടിക്കുക കേട്ടോ. നമ്മൾ എന്തായാലും ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കട്ടെ. ചൂട് ചായ, ചൂട് ചായ 5:30 ആയുള്ളൂ, പക്ഷെ സമയം 7:30 പോലുണ്ട്. മഴക്കാറുകൊണ്ട് നല്ല ഇരുട്ട് മൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അത്രയ്ക്ക് ഇരുടായിരുന്നു. മഴക്കാറ് മൂടി കെട്ടിട്ടാണുള്ളത്, കുറഞ്ഞിട്ടേ ഇല്ല അല്ലേ. ഞാൻ ഇന്ന് രാവിലെ എണീച്ച് പത്രമൊക്കെ വായിച്ച് യൂണിഫോം അലക്കാനുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ തീരെ കഴിയാത്തതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് രാവിലെ എണീച്ച് അത് അലക്കി. എന്നിട്ട് യൂണിഫോം നേരെ 2 യൂണിഫോം ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നു, 2ാമത്തെ സെറ്റ് ഇസ്തിരി ഇടാൻ പോയതാ. ഇസ്തിരിയും ഇട്ട് കഴുത്തിലിടേണ്ട ഷാളും എടുത്ത് വെച്ച്, ബാഗിൽ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ടവലില് നമ്മളെ കോടാലി തൈലില്ലേ അത് പരട്ടിയിട്ട് ബാഗിൽ എടുത്ത് വെച്ചു. പൗച്ച് എടുത്ത് വെച്ചു, കുട എടുത്ത് വെച്ചു, റെയിൻകോട്ട് എടുത്ത് വെച്ചു. കുട എന്തിനാ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് എപ്പോഴും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ ഇട്ടിട്ട് പോലെ ഒന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. കുടയാകുമ്പോൾ ഒരു കുടയിൽ നമുക്ക് 2 പേർക്ക് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുടയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് താഴെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡയറി ഉണ്ടായിരുന്നു, അത് എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് 8:30 ആയിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് ഞാൻ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ കഴിയണ്ടായി, കണ്ണൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അവസാനം ഇസ്തിരി ഇട്ട സംഭവങ്ങളൊക്കെ നേരെ മുകളിൽ കൊണ്ടുപോയി ആറയിട്ടു. പിന്നെ ഇനിയിപ്പോൾ നാളെ വീണ്ടും എണീച്ചിട്ട് ടൈം ടേബിൾ എടുത്തു നോക്കുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ വീണ്ടും കഴിയണ്ടാവാ. പക്ഷെ എന്നാലും എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ, പള്ളിയിലും പോകണം. അടുത്ത മാസം എക്സാമാണ്. ലീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളമൊക്കെ കുറേ പാടെടുക്കാനുണ്ട്. ലീവ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവില്ല ഒന്നും. അപ്പോൾ ചുമയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം എങ്ങനെയാണോ ഉണ്ടെന്ന് അതേപോലെ തിരിച്ചുണ്ട്. ഉമ്മ രാവിലെയൊക്കെ എണീച്ച് നമുക്കുള്ള ഫുഡൊക്കെ ആക്കി എന്നിട്ട് എൻ്റെ സ്കൂൾ ബോട്ടിലൊക്കെ നിറച്ചു തന്നായിരുന്നു. എല്ലാം നിറച്ച് ഞാൻ ബാഗിൽ ആ ബോട്ടിൽ വെക്കുന്ന ഒരു സൈഡ് തന്നെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കഴിയാണ്ടായ കണ്ണൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറിയ വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ബോട്ടിലത്തെ വെള്ളം കുറച്ച് കുടിച്ചു. അപ്പോഴത്തേക്കും തണുപ്പായി പോയി. മഴ പെയ്യുന്നുണ്ട്, അതിന്റെ തണുപ്പ് ഇങ്ങനെ ഇരിക്കും. പിന്നെ തലയിലൊക്കെ ഭാരം കൂടാൻ തുടങ്ങി. ഒക്കെ ഇനിയിപ്പോ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആവി പിടിക്കണം, അല്ലെങ്കിൽ രാത്രി ഞങ്ങൾക്ക് ഉറക്കേ ഉണ്ടാവില്ല. ഇന്ന് എനിക്ക് രാത്രിയിൽ ഉറക്കേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി. സോറി ഗൈസ്, ഇന്നലെ രാത്രി. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ആർക്കായാലും തെറ്റൊന്നും ഉണ്ടാവാതിരിക്കില്ല. അയ്യോ, പിന്നെ സ്കൂളിൽ പോകാനും പള്ളിയിൽ പോകാനും ഭയങ്കര ഇഷ്ടം, വീട്ടിലിരിക്കാനും ഇഷ്ടം. പക്ഷെ കളിക്കാൻ ആരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടായില്ല ഗൈസ്. അപ്പൊ വീഡിയോ എന്തിനാ വലിച്ചു നീട്ടുന്നതെന്ന് വിചാരിക്കും കേട്ടോ. അത് ഉമ്മാന്റെ അടുക്കുന്ന കുറച്ച് ഈവനിങ് വ്ളോഗ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണ്ടേ, അതുകൊണ്ടാണ്. ഇപ്പൊ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുറച്ച് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാവേ ഗൈസ്. വേറൊരു കാര്യം പറയട്ടെ, ഉമ്മ എനിക്ക് തണുപ്പ് വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ തൊണ്ടവേദന എടുക്കും, അല്ലെങ്കിൽ 2 തുമ്മല് ഞാൻ തുമ്മും. അപ്പൊ ഉമ്മ ഇങ്ങനെ നോട്ടം നോക്കും. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്കും തുമ്മലൊക്കെ ഇല്ലേ? ഉമ്മാക്കും ഇതിനടുക്ക് തണുപ്പൊക്കെ വന്നിട്ട് ആശുപത്രിയിൽ പോയതല്ലേ അല്ലേ? തണുപ്പല്ലേ. പിന്നെ അലർജി എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു. എന്നിട്ട് തുമ്മല് എന്താ വരുന്നതെന്നോ അതിനുള്ള കാരണം കൂടെ പറ. എന്താ കാരണം എന്താ മോളുടെ തലമുടിക്ക് അത്യാവശ്യം ഉള്ളുള്ള കൂട്ടത്തിലാട്ടോ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, തലമുടി കുളിച്ചു കഴിഞ്ഞാല് അത് മര്യാദക്ക് വെള്ളമൊന്നും തോർത്തി കളയൂല, പറഞ്ഞു മടുക്കും. അവള് നടക്കുന്നതിനനുസരിച്ച് വെള്ളപ്പൊക്കവും ഉണ്ടാവും. അപ്പൊ അത് കളയാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഉള്ളുള്ള മുടിയാണ്, ഉണങ്ങണം നന്നായിട്ട്. മുടി ഉണങ്ങിയില്ലെങ്കിലും മുടി മണക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് തന്നെ ഒരു ഇറിറ്റേറ്റ് പോലെ ഉണ്ടാവും. അത് പറഞ്ഞു കൊടുത്താല് മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കും, അല്ലാത്തവർ കിടന്ന് നട്ടം തരും. അപ്പൊ അതിന്റെ ഒരു മെയിൻ പ്രശ്നമുണ്ട്. കാരണം തലയില് ഇങ്ങനെ നിറകില് വെള്ളം ഇറങ്ങുമല്ലോ, അല്ലാതെ നല്ല തണുപ്പുള്ള സമയവും കൂടെയല്ലേ, മഴയും. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോങ് ഈവനിങ് വ്ളോഗ്, അതാ ഈ ഒരു വീഡിയോന്റെ പേര്. കാരണം വർത്തമാനം കണ്ട മിനിറ്റുകൾ കൂടാണ്, പക്ഷെ എന്നാലെന്താ വീഡിയോ എടുക്കാൻ നല്ല രസമാണ്. നിങ്ങളെല്ലാരും ലൈവില് വരുമ്പോ നമുക്ക് സംസാരിക്കാം അല്ലേ? അതെ, ലൈവ് ഈ മാസം 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോ നമുക്ക് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാവേ, നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അയ്യോ, അപ്പം കൈ കഴുകിയിട്ട് വരട്ടെ കേട്ടോ. ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കുമ്പേ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ചേ, പക്ഷെ ഞാൻ കൊടുക്കാതിരുന്നത് എന്താണെന്നറിയോ? അതെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത് വോയിസ് ഓവർ എടുക്കുമ്പോൾ എന്തെല്ലാം പറയണമെന്ന് നമ്മൾ ആലോചിച്ചിരിക്കും, എന്നിട്ട് നമുക്ക് അവസാനം അത് കിട്ടും. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോ ഒന്നും കിട്ടൂല. അതാണ്
മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മളിങ്ങനെ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് മോള് പറഞ്ഞ കറക്റ്റ് ആട്ടോ. നമുക്ക് ബബ്ബയാവും ഒന്നാമത്തെ, രണ്ടാമത്തെ വേറെ തന്നെ ഒരു ടെൻഷൻ വരും. പിന്നെ മൈൻഡല്ല ശ്രദ്ധ ആ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ മൊത്തം കൊളാവും. ഒരു 3-4 പ്രാവശ്യമൊക്കെ ശ്രമിക്കേണ്ടി വരുമോ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു പാടാന്നറിയോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. വീഡിയോ നമ്മള് അത് ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നല്ല പണിയുണ്ട്. എല്ലാരും പറയും വെറുതെ ഒരു വീഡിയോ എടുത്ത് അങ്ങ് ഇട്ടാ പോരേന്ന് ചോദിക്കാം. അതൊന്നും അല്ല കേട്ടോ അതിന്റെ വാസ്തവേ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ലേ. നല്ല കഷ്ടപ്പാടാ ഗൈസ്, ചെറിയ ബുദ്ധിമുട്ടൊന്നും അല്ല. ഒന്നാമത്തെ മീഡിയനെ കുറിച്ചൊന്നും അറിയാത്തവരും ഇപ്പം നമ്മളൊക്കെ കുറച്ച് ഏജൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും ചിലപ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ തലയിലോട്ട് കയറൂല. അപ്പോൾ അത് നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് തെറ്റൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് എഡിറ്റ് ചെയ്ത് പിന്നെ അത് വോയിസ് ഓവർ കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല കഷ്ടപ്പാടാട്ടോ. പുറമേ നിന്ന് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പറയാറുമുണ്ട്. പൊതുവെ നമ്മുടെ വീഡിയോ അല്ല, മറ്റുള്ള വീഡിയോ ആണേലും എന്താണേലും കാണുമ്പോൾ അവർ പറയുന്നൊരു എന്താ സുഖമല്ലേ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങ് ഇട്ടാ പോരെ, കൈ നിറച്ചും പൈസയല്ലേ വരുന്നതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. അതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ച് അതൊന്ന് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ചില്ലറയൊന്നും അല്ല പ്രയാസം. കാരണം നമ്മൾ വിചാരിക്കുന്ന വ്യൂവേഴ്സ് ഒന്നും ചില വീഡിയോയ്ക്കൊന്നും കിട്ടണം എന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പ്രേക്ഷകരായ നിങ്ങളാണല്ലോ വിചാരിക്കേണ്ടത് നമ്മൾ ഈ വീഡിയോ നമുക്ക് കാണണം എന്നുള്ളത്. അത് വിചാരിക്കാത്തടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര കൊട്ടക്കണക്കിന് പൈസയൊന്നും നമ്മുടെ കയ്യിലൊന്നും വരികയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല, വീഡിയോ എടുക്കുന്ന എല്ലാവരും അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇതിന്റെ ബാക്കിലുണ്ട് എന്നുള്ളത് കേട്ടോ. കുറെ പേര് നമ്മുടെയൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, പിന്നെ വീഡിയോ എടുത്ത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും, അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഇപ്പൊ അവരവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് പോയ അവസ്ഥയിലാണ്. പിന്നെ നമുക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു വാശി കൊണ്ടാട്ടോ നമ്മളിത് കൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് പണി തരും. അത് നമ്മൾ അറിയാൻ വൈകി പോകും. അപ്പോഴത്തേനും നമുക്ക് പിന്നെ നമ്മുടെ അന്ന നിയന്ത്രണങ്ങളൊക്കെ വിടുമല്ലോ. അപ്പൊ അത് മാത്രല്ല ഗൈസ്, നമ്മളിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വോയിസ് ഓവർ എടുക്കുമ്പോ ഒരു സാധനം നമുക്ക് കിട്ടൂല. അതുപോലെ തന്നെ ശബ്ദം ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് തന്നെ നമ്മളത് കൊടുക്കണം. പിന്നെ പറയാ നമ്മളെ മൈൻഡിൽ വരുന്ന തന്നെ പറയണം. ആ വീഡിയോ എങ്ങനെയാണോ നീണ്ടു പോകുന്നത് അതനുസരിച്ച് പറയണം. ഇരപ്പ് വന്നത് പാർട്ടികളിൽ ബ്ലോക്കഡ് ആക്കും ഒക്കെ ഉണ്ടാവും, കോപ്പിറൈറ്റ് ഒക്കെ അടിക്കും. കോപ്പിറൈറ്റ്. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ എങ്ങനെ ഇടാൻ വേണ്ടി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, കുറച്ചൊന്നും അല്ല. കാരണം അത് നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ്. കാരണം നമ്മളെ ഇങ്ങനെ കാണുന്ന പോലെ അല്ലല്ലോ എന്തായാലും ഒരു വീഡിയോ. ഇപ്പൊ ഞാനൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഓൾറെഡി ഒരു വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ നിന്നിട്ടാ കേട്ടോ വീഡിയോ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് അത്യാവശ്യം ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതിനും അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ വേണം. കമ്മലിട്ട് ഡ്രസ് ഇട്ട് വളയിട്ട് ഒരുങ്ങിയിട്ട് വന്ന് നിൽക്കുന്നവരുണ്ട്. ഇപ്പൊ തൽക്കാലം എനിക്ക് അതിന് ഉള്ള സമയമൊന്നുമില്ല. കാരണം എനിക്ക് അതിനോട് അത്ര ഇഷ്ടവുമില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പൊ നമ്മളെ കാണുമ്പോ നല്ല രസമുണ്ട് കാണാൻ. അതന്നെ അത്ര മതി. അല്ലാതെ മറ്റുള്ളവർ കാണാൻ വിചാരിച്ചിട്ട് നമ്മൾ അത്ര കൊറേ അതെ ചമഞ്ഞു ഒരുങ്ങി വന്ന് വീഡിയോ എടുക്കുന്ന അതിനോടൊന്നും താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലാണ്ട് നമുക്ക് അതിനുള്ള സാധനങ്ങളും സംഭവങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. കാരണം അത് നമുക്ക് അറിയാലോ, ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് സീരിയൽ സിനിമയൊന്നും അല്ലല്ലോ. അടുക്കളയിലാണേലും പുറത്താണേലും പണിയെടുക്കുമ്പോൾ അത്യാവശ്യം ഒരുങ്ങി പിടിച്ചിട്ടൊന്ന് വന്ന് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ ഡ്രസ്സ് നല്ലതാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക. നമ്മൾ ആരെ കൊണ്ട് നമ്മുടെ ഇതുകൊണ്ട് വിഷമിപ്പിക്കാത്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്ത് കാണിക്കുക, അത്രേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സമയം ഇപ്പം 5:51 അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. അപ്പോൾ മിനിറ്റുകൾ കൂടി നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് മാത്രം, വലിച്ചു നീട്ടുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.